Amrithveni Live with Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. Okay, judges. Yes, Paru. നമുക്ക് ജൂനിയർ വേഴ്സസ് സീനിയർ റൗണ്ടിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ജൂനിയറിൽ നിന്ന് ആരാണ് വരുന്നതെന്ന് അറിയണ്ടേ? സീനിയറിൽ നിന്നും ആരാ വരുന്നതെന്ന് അറിയണ്ടേ? വിളിക്കട്ടെ ഞാൻ. വെൽക്കം അശ്വിൻ ആൻഡ് തീർത്ഥ. ചെങ്ങാതിയുണരൂ, വസന്ത ഹൃദയം നുകരൂ, സംഗീതം കേൾക്കൂ, സുഗന്ധ ഗംഗയിലൊഴുകൂ. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. താമരക്കിളി പാടുന്നു തെയ്തേ തകതോ, താളിയോലകളാടുന്നു തെയ്തേ തകതോ. ഒരു വഴി ഇരുവഴി പല വഴി പിരിയും മുൻപൊരു ചിരിയുടെ കഥ എഴുതിയിടാം. ഒരു നവസംഗമ ലഹരിയിലലിയാം. മദമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ, മദമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ. പുറവേലിത്തടത്തിലെ പൊൻതാഴം പൂവുകൾ, പ്രിയയുടെ മനസ്സിലെ രതി സ്വപ്ന കന്യകൾ. വയൽ മണ്ണിൻ ഗന്ധം നമുക്കെന്നും ചൂടാം. ആർത്തുകൈകൾ കോർത്തു നീങ്ങാമിനിയും തുടർ കഥ ഇത് തുടരാൻ. താമരക്കിളി പാടുന്നു തെയ്തേ തകതോ, താളിയോലകളാടുന്നു തെയ്തേ തകതോ. ചങ്ങാതിയുണരൂ, വസന്ത ഹൃദയം നുകരൂ, സംഗീതം കേൾക്കൂ, സുഗന്ധ ഗംഗയിലൊഴുകൂ. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. താമരക്കിളി പാടുന്നു തെയ്തേ തകതോ, താളിയോലകളാടുന്നു തെയ്തേ തകതോ. തിരയാടും തീരമിന്നും സ്വാഗതമോതിടും, തിരയാടും തീരമിന്നും സ്വാഗതമോതിടും. കവിത പോൽ തുളുമ്പുമീ മന്ദസ്മിതത്തിനായി, അനുരാഗ സ്വപ്നത്തിൻ ആർദ്രഭാവത്തിനായി. കടൽ തീര പാടി നമുക്കേറ്റു പാടാം. പടിഞ്ഞാറു ചുവന്നു പിരിയുന്നതോർക്കാം. പുലരി വീണ്ടും പൂക്കും, നിറങ്ങൾ വീണ്ടും ചേർക്കും. പുതുവെളിച്ചം തേടി നീങ്ങാം, ഇനിയും തുടർക്കഥ ഇത് തുടരാം. താമരക്കിളി പാടുന്നു തെയ്തേ തകതോ, താളി
താളിയോലകളാടുന്നു തെയ്തകതോ ചങ്ങാതിയുണരൂ വസന്തഹൃദയം നുകരൂ സംഗീതം കേൾക്കൂ സുഗന്ധഗംഗയിലൊഴുകൂ നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി താമരക്കിളി പാടുന്നു തൈതകതോ താളിയോലകളാടുന്നു തെയ്തകതോ ഒരു വഴി ഇരുവഴി പല വഴി പിരിയും മുൻപൊരു ചിരിയുടെ കഥ എഴുതിയിടാം ഒരു നവസംഗമലഹരിയിലലിയാൻ. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. അശ്വിൻ and തീർത്ഥ. Hello. സൂപ്പർ, നല്ല സോങ് സെലക്ഷൻ. ഇപ്പൊ ഇതിന്റെ ചെറിയൊരു പോർഷൻ വൈറലാണെന്ന് തോന്നുന്നു അല്ലെ, ഇൻസ്റ്റയിലൊക്കെ. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു രണ്ടുപേരും ഒന്നിച്ചിരുന്ന് പാടുന്ന കേൾക്കാൻ. സൂപ്പർ. ആൻഡ് ജഡ്ജസ് കോറസ് ഭയങ്കര സൂപ്പർ ആയിരുന്നു അല്ലേ? കോറസ് അല്ലല്ലോ, ഒരു കഷണം. ആ പക്ഷെ അത് സൂപ്പർ ആയിരുന്നു അല്ലേ? സുഖാണോ? സുഖം. അപ്പൊ എന്തായാലും വൈഷ്ണവ്, വെൽക്കം ബാക്ക്. വെൽക്കം ചക്ര. അവനെ കണ്ടതിൽ കുറെ സന്തോഷം. അതെ, പാറു എന്നെ വിളിക്കും കേട്ടോ, ഇടയ്ക്കൊക്കെ വിളിക്കും. അതെ, നന്നായിട്ട് പാടി വൈഷ്ണവ്. താങ്ക് യു. ഇനി അടുത്തൊരു ഗസ്റ്റിനെ കൂടെ നമുക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. തീർത്ഥക്കുട്ടി, വെൽക്കം ബാക്ക്. താങ്ക് യു. എന്തൊക്കെയുണ്ട് ഇനി തീർത്ഥക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറ. നല്ല കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ 10 അപ്പൊ അതിന്റെ പ്രശ്നമുണ്ട്. മോളെ പഠിക്കണം കേട്ടോ. അല്ല, നമ്മള് 10ാം ക്ലാസ് ഒക്കെ നിങ്ങള് ആ മാർക്സിന് വാല്യൂ ഉള്ളതാ. പാട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? പാട്ടുകാര്യം അടിപൊളിയായിട്ട് പോകും. പ്രോഗ്രാംസ് ഒക്കെ അത് പോണു. ഓക്കെ, ചോദിക്കാം നമുക്ക്. ശരത് സാർ. മക്കളെ തീർത്ഥേ, സാറേ, എന്തൊക്കെയുണ്ട് മുത്തേ വിശേഷം? നല്ല വിശേഷം. മോളെ കണ്ടതിൽ കുറെ സന്തോഷം കേട്ടോ. സാറിനെ കുഞ്ഞ് ഏതെങ്കിലും കണ്ടതിൽ പാടിയോ? വേറെ എന്തെങ്കിലും പാടിയോ? ഞാൻ 4-5 ആൽബത്തില് പാടി. ഓ ഗ്രേറ്റ്, വെരി ഗുഡ്. ഉഗ്രം പാട്ട്, പറയേണ്ട കാര്യമില്ല, ഉഗ്രം പാട്ട്. നമ്മുടെ അണ്ണാച്ചിയും ചേച്ചിയും കൂടെ കലക്കി വെച്ചേക്കുന്ന ഒരു പാട്ട്. നന്നായിട്ട് പാടി. എനിക്ക് ആ താമരക്കളി മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. താമരക്കിളി എല്ലാം അങ്ങ് ഇച്ചിരി മേപ്പോട്ട് കയറുക. താമരക്കിളി പാടും. നൈസ്. ഇപ്പൊ സൂപ്പർ, ബ്യൂട്ടിഫുൾ. ഇപ്പൊ അസാധ്യമായിട്ടുണ്ട്. പിന്നെ വേറെ ഏതോ ഒരു പോർഷൻ, കവിതയ്ക്ക് കാവിത എന്നാ പറയുന്നത്. അതെന്താ അത്? അതുപോലെ അതിന്റെ കൂടെയുള്ള തുളുമ്പുമി, അതും ഒന്നും ചേർത്ത് പാടിക്കാത്. കവിത പോൽ തുളുമ്പുമീ മന്ദസ്മിതത്തിനായി തുളുമ്പുമീ. ഈ കവിത കവിത തുളുമ്പു കാവിത തുളുമ്പു എന്നാ പാടിയ മുമ്പ് കാവിതയെന്ന്. കവിത തുളുമ്പുമീ അത്ര അതേ ഉള്ളൂ. പിന്നെയും ഉള്ള താമരക്കളി പ്രോബ്ലം ആയിരുന്നു. ബാക്കി ഒന്നുമില്ല, ബാക്കിയൊക്കെ മനോഹരമായിരുന്നു ചക്കരെ. അവരുടെ മോള് നന്നായിട്ട് പാടി കേട്ടാ. താങ്ക് യു സർ. രണ്ടുപേരെയും ലവ് യു. ഓ താങ്ക് യു സർ. ഷാനിക്ക, ആദ്യം തന്നെ ഈ ഒരു റൗണ്ട് അതെ കണ്ടുപിടിച്ചതിന് യെസ് സതീഷ് ഭായിക്കും അതിന്റെ ഹോൾ ടീമിന് ഒരു വലിയൊരു കയ്യടി. കാരണം വേറൊന്നല്ല, നമ്മൾ മറന്നതല്ല, പക്ഷെ ഇവിടുന്ന് പോയ കുറെ മുഖങ്ങളെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ വൈഗ വന്നു, ഇപ്പൊ തീർത്ഥ വന്നു, ഇനിയും ആളുകൾ വരുന്നു. പിന്നെ അതുപോലെ കോറസ് പാടാൻ ഗോവിന്ദ്, അക്ഷയ്, വൈഷ്ണവ്, അതെ, ഇവരെല്ലാവരും വന്നു. അപ്പൊ അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. മോള് നന്നായിട്ട് പാടി. തീർത്ഥയുടെ വോയിസ് ആക്ച്വലി മിസ് ചെയ്തതായിരുന്നു. ആ ഒരു ഭയങ്കര സോഫ്റ്റ് ഹലുവ പോലത്തെ വോയിസ് നമ്മൾ മിസ് ചെയ്തതായിരുന്നു. അത് വീണ്ടും കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം മോളെ. താങ്ക് യു. പിന്നെ ഈ സിനിമയ്ക്കകത്ത് വേറൊരു ഉഗ്രം പാട്ടുണ്ട്. ആഹാ, എല്ലാരും ഇങ്ങനെ രാവിലെ ഉള്ളതിനെ പറ്റി. അതെ, ഗാനം. ബ്യൂട്ടിഫുൾ സോങ്, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. അശ്വിൻ നന്നായിട്ട് തന്നെ പാടി. അശ്വിനെ നല്ല രസമുണ്ടായിരുന്നു. എനിക്കും പിന്നെ താമരക്കിളി, പിന്നെ കാവിത, ആ ഒരു ലൈൻ അത് ഏതാണ്ട് ആയിപ്പോയി. കാരണം ആ കാവിത എന്നാണ് ശരിക്കും ഓഡിബിൾ ആയിട്ട് ഇത് ടെലികാസ്റ്റിൽ കണ്ടാൽ മതി. കാവിത എന്നാണ് പാടിയത്, കവിത എന്നല്ല. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയടാ, നല്ല രസമുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. സാർ ഞങ്ങക്ക് പാടിത്തരുമോ? ഇല്ലാതായിരിക്കും, കുഴപ്പമൊന്നുമില്ല. അശ്വിനും തീർത്ഥേ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. രാജാ സാറിന്റെ
എനിക്കിഷ്ടപ്പെട്ട മനോഹരമായിട്ടൊരു സോങ്ങാണ്. കാരണം ഒരുപാട് ഓർക്കസ്ട്രേഷൻ ഒന്നുമില്ല. അപ്പം ഞാൻ എപ്പോഴും രാജാ സാറിൻ്റെ പാട്ട് പാടാൻ ചെല്ലുമ്പോഴത്തേക്ക് ആ വലത്തെ മൂലയിലോട്ട് നോക്കും, വയലിൻസ് ഉണ്ടോ എന്ന് നോക്കും. കാരണം രാജാ സാറിൻ്റെ വയലിൻസിൻ്റെ അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനേ വണ്ടർഫുൾ ആണ്. നോക്കുമ്പോൾ ആദ്യം ഞാൻ ഈ പാട്ടിനെ നോക്കും, വയലിനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 4-5 വയലിൻ വരും. മതി, ഉള്ളതാട്ടെ. അപ്പം നോക്കിയപ്പോൾ ഉണ്ട് ബീജത്തിലില്ല. പിന്നെ എവിടെയാണുള്ളത്? പാട്ടിലാണ് വായിച്ചിരിക്കുന്നത്. മതമേഘം മണം വിളമ്പി നാളെയും വിളിക്കുമോ പുറവേലിത്തടത്തിലേ പൊൻതാഴം പൂവുകൾ. അതിനകത്ത് സോഫ്റ്റായിട്ട് ആ വയലിൽ ഇങ്ങനെ ഫോളോ ചെയ്യാണ്. എന്തൊരു സുഖമാണെന്നറിയാം. നമ്മൾ പാടുമ്പോഴത്തേക്ക് നമ്മളെ എവിടെയോ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതൊക്കെ പെട്ടെന്ന് ഞാൻ ആലോചിച്ച് പോയി. അതുപോലെ നന്ദി ആരോട് ചൊല്ലേണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന 3 ആത്മാക്കൾ, അവരിന്ന് ജീവിച്ചിരിപ്പില്ല. അതിലൊന്ന് ഇതിൻ്റെ പ്രൊഡ്യൂസർ, എൻ്റെ പ്രിയ സുഹൃത്ത് ബാലണ്ണൻ എന്ന് ഞങ്ങൾ വിളിക്കും, ഗാന്ധിമതി ബാലൻ. അദ്ദേഹമാണ് ഈ സിനിമ നിർമ്മിച്ചത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. എന്തോ നമ്മളെ വിട്ടുപോയി. പിന്നെ പപ്പേട്ടൻ, പത്മരാജൻ ചേട്ടൻ, അതുപോലെ തന്നെ എക്സലന്റ് പെർഫോമൻസ് കാഴ്ചവെച്ച തിലകൻ ചേട്ടൻ. ആ സിനിമ കൊണ്ട് അതായത് റൈഡ് ചെയ്യുന്നത് തിലകൻ ചേട്ടനാണ്. എന്തൊരു മനോഹരമായിട്ടുള്ള അവസാനമൊക്കെ അണ്ണ അത് നെഞ്ചു പൊട്ടിപ്പോ. അതെ, അത് മനോഹരമായിട്ടുള്ളൊരു സിനിമ. ഞാൻ വളരെ ടെൻഷൻ അടിച്ച് പാടിയൊരു പാട്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് രാജാ സാറിന്റെ തുടക്കത്തിൽ പാടുന്ന പാട്ടായതുകൊണ്ട് അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടുമ്പോഴത്തേക്ക് ഒരു ചെറിയ സംഭവം പോയി കഴിഞ്ഞാൽ എന്ന് പറയും. ഈ കട്ടെന്ന് പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് നമ്മളങ്ങ് തളരും. പിന്നെ അത് കാരണം ഒന്നേന്ന് എടുക്കണമല്ലോ. അപ്പൊ ഈ ഓർക്കസ്ട്രക്കാര് എന്നെ സാർ ഇത്, അപ്പൊ നമ്മളെ ചീത്ത വിളിക്കും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ച് ടെൻഷൻ അടിച്ച് പാടി രക്ഷപ്പെട്ട ഒരു പാട്ടാണ്. നന്നായിട്ട് പാടി തീർത്ത. താങ്ക് യു സർ. അതുപോലെ അശ്വിനി നന്നായിട്ട് പാടി കേട്ടോ. കുറെ പോർഷൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. എനിക്ക് ഈ ഒരു പോർഷനില് ഇപ്പം ഈ താമരക്കിളി പാടുന്നു എന്ന് പറയുമ്പോൾ ഈ താളം ഒന്ന് നോക്കണം. ആ താളം തരാമോ? താമരക്കിളി പാടും താമരക്കിളി പാടുന്നു തൈ തൈ തകതോ തൈ 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 തകതോ തൈ തൈ തകതോ. ആ താളിയോലകളാടുന്നു തൈ തൈ തകതോ. ചെങ്ങാതിയുണരു ചെങ്ങാതിയുണരു വസന്ത ഹൃദയം നുകരൂ. സംഗീതം കേൾക്കൂ, സുഗന്ധ ഗംഗയിലൊഴുകൂ. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളുമൊരുകളി കുളിരലകളുമൊരുകളി. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളുമൊരുകളി കുളിരലകളുമൊരുകളി. ഓടരുത് ഓടരുത്. കുളിരലകളുമൊരുകളി താമര. അതാണ്. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളുമൊരുകളി താമരക്കിളി താമര താമരക്കിളി പാടുന്നു തൈ തൈ തക തൈ തൈ. താമരക്കിളി പാടുന്നു തൈ തൈ തകതോ. താളിയോലകളാടുന്നു തൈ തൈ തകതോ. അതാണ്. ഈ ഒരു ഗ്രിഡിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് നന്നായിരിക്കും കേട്ടോ. കുറെ പോർഷൻസ് നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. രാജാ സാറിന്റെ ആ പോർഷൻ പാടിയ വൈഷ്ടവും നന്നായിട്ട് പാടി. ഓർക്കസ്ട്രയും എവറിത്തിങ് വാസ് നൈസ്. തീർച്ചയായും ഗുഡ് ഗുഡ്. താങ്ക് യു. സാർ പാടിത്തരാന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഇത്രയും പാടില്ലേ? ഇല്ല, ഇനിയിപ്പോ എന്താ സാർ പാടാ? സാറിന്റെ മാത്രം കേൾക്കാം. ശബ്ദം മാത്രം. മതമേഘം മണം വിളമ്പി നാളെയും വിളിക്കുമോ. മതമേഘം മണം വിളമ്പി നാളെയും വിളിക്കുമോ. പുറവേലിത്തടത്തിലെ പൊൻതാഴം പൂവുകൾ. പ്രിയയുടെ മനസ്സിലെ രതിസ്വപ്ന കന്യകൾ. കിളിപ്പാട്ടു വീണ്ടും നമുക്കെന്നും ഓർക്കാം. വയൽ മണ്ണിൻ ഗന്ധം നമുക്കെന്നും ചൂടാം. പൂത്തിലഞ്ഞിക്കാട്ടിൽ തൂവെയിലിൻ നടനം. ആർത്തുകൈകൾ കോർത്തു നീങ്ങാമിനിയും തുടർക്കഥ ഇത് തുടരാം. താമരക്കിളി പാടുന്നു തൈ തൈ തകതോ. താളിയോലകളാടുന്നു തൈ തൈ തകതോ. ചങ്ങാതിയുണരൂ, വസന്ത ഹൃദയം നുകരൂ. സംഗീതം കേൾക്കൂ, സുഗന്ധ ഗംഗയിലൊഴുകൂ. നീരാടും കാറ്റ്
ആറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി താമരക്കിളി പാടുന്നു തൈ തൈ തകതോ താളിയോലകളാടുന്നു തൈ തൈ തകതോ ഒരു വഴി ഇരുവഴി പല വഴി പിരിയും മുൻപൊരു ചിരിയുടെ കഥ എഴുതിയിടാം ഒരു നവസംഗമ ലഹരിയിലലിയ ചേച്ചി പാറു, ഈ ഒരു പാട്ട് എൻ്റെ ഫേവററ്റ് 5 പാട്ടുണ്ടെങ്കിൽ അതിൽ ഒരു സോങ് ആണിത്. മോനെ സെലക്ഷൻ സൂപ്പർ, ഉഗ്രൻ സെലക്ഷൻ. പാടി നന്നായിട്ട് തന്നെ പാടി, നന്നായിട്ട് പാടി. അശ്വിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു. തീർത്ഥക്കുട്ടി എനിക്ക് തോന്നുന്നു പണ്ട് മറ്റേ കോമ്പറ്റീഷന് പാടുന്ന സമയത്തുള്ള ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആള് നല്ല കോൺഫിഡന്റ് ആയി അല്ലേ, നല്ല ഉഷാറായി. നമ്മുടെ ഓംകാര ബാൻഡ്, അതൊക്കെ ഓംകാര ബാൻഡിൽ ഞാൻ കേട്ടു തീർത്ഥ പാടിയപ്പോൾ എന്ത് സ്റ്റൈലായിട്ടാ പാടിയതാന്ന്. നല്ല കോൺഫിഡന്റ് ആയിട്ട് സംഗതികളൊക്കെ കൃത്യമായിട്ട് പാടിയിരുന്നു. ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ഒരു പാട്ട് സൂപ്പർ, ഇതിലൊന്നും പറയാനില്ല. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഓക്കെ, അപ്പൊ ജഡ്ജസ് എല്ലാരും ആ ഹിഡൻ മാർക്ക് എഴുതിയിട്ടോളൂ. ഓക്കെ, ശരത് സർ, ഷാനിക്ക, MG സർ, ചേച്ചി. ഓക്കെ, അപ്പൊ അശ്വിൻ ആൻഡ് തീർത്ഥ, താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു തീർത്ഥ വന്ന് അശ്വിനെ സപ്പോർട്ട് ചെയ്തേനെ. ഓക്കെ ഓക്കെ.